അവിടുന്ന് സിയാറത്ത് ചെയ്തൊരു ദുഃഖം ഞാൻ പറയട്ടെ. സിയാറത്ത് ചെയ്യാൻ വേണ്ടി അടിയിൽ ചെന്ന് ആ മല കാണാതെ ഞങ്ങൾ തിരിയുകയാണ്. അപ്പൊ അതിന്റെ ചുറ്റുഭാഗത്തും അവിടെ അങ്ങോട്ട് കാറോ വണ്ടിയോ കയറ്റാതിരിക്കാൻ വേണ്ടി കുറെ മണ്ണിട്ടിട്ട് ശരിയാക്കിയിട്ടുണ്ടെന്ന് കൊണ്ടുപോയ ആള് പറഞ്ഞു നമ്മളോട്, സഹോദരന്മാരെ സിയാറത്ത് ചെയ്യരുതെന്ന് മണ്ണിട്ടത് കൊണ്ട് ആയിരക്കണക്കിന് മലകളിടയിൽ നീ മല തിരിച്ചറിഞ്ഞത് ഈ മണ്ണുണ്ട്, അതുകൊണ്ട് നമുക്ക് സിയാറത്ത് ചെയ്യാൻ കഴിഞ്ഞു, അൽഹംദുലില്ലാ. അല്ലാതെ തിരിച്ചറിയാൻ കഴിയില്ല. എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഈ ആള് പോയിട്ടുള്ളത്. അവിടെ പോകാനും പാടില്ല, മംനുവാണ്. ഞങ്ങള് ഏതാണ് ഈ മല എന്നിങ്ങനെ നോക്കുമ്പോൾ ഈ മണ്ണ് അതിനൊരു അടയാളമാണെന്ന് ഈ സഹോദരൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നിൽക്കുമ്പോൾ ആ മലയുടെ മുകളിൽ 4-5 ആളുകളുണ്ട്. അൽഹംദുലില്ലാ, ഒരിക്കലും തന്നെ ആ ടൈമിൽ അവിടെ ആളുണ്ടാകാൻ സാധ്യയില്ല. പക്ഷേ ഞങ്ങൾ അതിന് മുകളിൽ ചെന്നപ്പോൾ ആളുകളെ കാണാനുമില്ല, പുറത്തും കാണാനില്ല. എന്ത് നമുക്കറിയില്ല. ഏതായാലും സിയാറത്ത് ചെയ്യുക, ആ ഖബറൊക്കെ ആകെ പൊളിച്ച് തമർത്തി മറ്റേ നമ്മളെ ചേകനൂരിനെ കൊടുത്തിട്ട് ആകെ മാന്തി ശരിയാക്കിക്കണം. ഇത് ആ ഖബറിന്റെ അവിടെ നിന്ന് സിയാറത്ത് ചെയ്ത് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ സുബ്ഹാനല്ലാഹ് ഒരു മുത്തവ വന്നിട്ട് നമ്മൾ പിടികൂടി. എന്നോട് പറഞ്ഞ എന്റെ ഹജ്ജ് ഫാസിദായി, മുശ്രിക്കായി പോയി, നീ മുസ്ലിം ആകണം, നീ ആകതായി. എന്നിട്ട് പറഞ്ഞു മക്കത്തെ ഏറ്റവും വലിയ ഇമാമാണ് അബ്ദുറഹ്മാൻ സുദൈസി, അയാൾ ഇവിടെ സിയാറത്ത് ചെയ്തിട്ടില്ല. ഞാൻ 60 കൊല്ലമായി ഇവിടെ, അയാൾ സിയാറത്ത് ചെയ്തിട്ടില്ല. നമ്മൾ ഉത്തരവാദിയല്ല. വരിവണ്ടിനോട് മുമ്പ് തവള പറഞ്ഞു, തവളാച്ചിക്കില്ല തരീ മുക്കുല്ലി താമരപ്പൂ വല്ലുണ്ട് മണ്ണിന് മിൻബുദില്ലഹമണമൂ മലില്ലഫാദി ഖൈശുമുല്ലി നൗഫിറത്തിൻ വല്ലിദ്ദഖാഖുലി മിൻബുദില്ലഹ ശമമൂ എന്ന് റസാനത്തിൽ പറഞ്ഞ പോലെ തവളക്ക് മൂക്കില്ല. അതിന്റെ ഒരു പൂവിന്റെ മുകളിൽ ഒരു വണ്ട് വന്നുകൊണ്ട് ഇങ്ങനെ ചുംബനം ചെയ്ത് പോകുമ്പോ തവളമാമ ചോദിക്കും, എന്തട പൊട്ട, ഞാൻ കാലങ്ങളായി ഇവിടെ നിൽക്കുന്നു, എന്താ നീ ചെയ്യുന്നത് എന്ന് പറയുകയല്ലാതെ നമുക്കൊന്നും മാർഗമില്ല. പക്ഷെ അയാളോട് അങ്ങനെ തട്ടിക്കയറാൻ പറ്റൂല, അതിലപ്പുറം മറ്റും പാസ്സാവും. അതുകൊണ്ട് നമ്മൾ ബഹുമാനിച്ച് ഏതായാലും കഴിച്ചിലായി. അയാൾ ഈ ഹദീസോദി അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മ മുശ്രിക്കാണെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അതിരിക്കട്ടെ. ആ 2 ഖബറിലേക്കും റസൂലുള്ളാഹി തങ്ങൾ നോക്കിക്കൊണ്ട് അല്ലാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ ഇവരെ ഹയാത്താക്കിക്കൊണ്ട് എന്നെ കൊണ്ട് വിശ്വസിച്ച് അവരെ നീ മരിപ്പിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞപ്പോൾ അല്ലാഹ് അങ്ങനെ തന്നെ ചെയ്തു കൊടുത്തത് ഹദീസിൽ കാണാം. അയഖൻതു അന്ന അബൻ നബി വ ഉമ്മഹു അഹ്യാഹുമ റബ്ബുൽ അലിയുൽ ബാരി ഹദൽ ഹദീസ് വമൻ യഖൂലു ബിദുഅഫിഹി فهو الضعيف عن الحقيقة عاري. ഈ ഹദീസ് ദഈഫാണെന്ന് പറയുന്നവൻ അവനാണ് ദഈഫ്, അനിൽ ഹഖീഖത്തി ആരി, അവൻ സത്യത്തെ അറിയാതെ പോയവനാണ്. അങ്ങനെ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കാൻ മരിച്ചുപോയതായ ഉമ്മയും ഉപ്പയും ഹയാത്താക്കിക്കൊണ്ട് അവിടുത്തെ ഉമ്മത്തിലേക്ക് കടത്തി കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുത്തു. എന്തും പറഞ്ഞാൽ അല്ലാഹു തആല ചെയ്തു കൊടുക്കുന്ന പ്രകൃതിയാണ് റസൂലുള്ളാഹി. എന്ത് പറഞ്ഞാലും ചെയ്തു കൊടുക്കും. ശഫായി അതാൻ പറഞ്ഞത് എന്തും ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടുകയില്ല, ഏത് വിഷയത്തിനും. അങ്ങനെയല്ലേ സ്വർഗത്തിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ പോകും. ഹദീസിൽ കാണാം, ഖിയാമത്തിന്റെ അലാമത്തുകളും വിശദങ്ങളൊക്കെ വിശദീകരിക്കുന്ന അശ്റാത്ത് സായിലൊക്കെ കാണാം. അല്ലാഹുവിന്റെ റസൂൽ സ്വർഗത്തിൽ അവിടുത്തെ സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഉമ്മത്തൊക്കെ സ്വർഗത്തിൽ കടന്നിട്ടുണ്ട്. റസൂലുള്ളാഹിനെ തൊട്ട് അല്ലാഹു സിത്ർ ചെയ്തു. നരകത്തിലുള്ള ഉമ്മത്തിന്റെ കാര്യം നബി എങ്ങാനും നരകത്തിലൊരു വ്യക്തി കിടക്കുന്നത് അറിഞ്ഞാൽ നബി തങ്ങൾ ഒരിക്കലും സ്വർഗത്തിൽ കടക്കുകയില്ല. സഹോദരന്മാരെ, അത്രയും മഹബത്താണ് ഈ ഉമ്മത്തിനോട് നബി തങ്ങൾ. ഖറൈനാ ഫിൽ ളുഹാ വലസൗഫ തർലാ ഫലസൗഫ യുതി فسرس قلوبنا ذاك العطاء فحاشا يا رسول الله ترضى وفينا من يعذب أو يطاع أو يعذب أو يساء. ഞങ്ങളതാ സൂറത്തിൽ ഓതിയല്ലോ, തങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ തങ്ങൾക്ക് അല്ലാഹു തരും, തങ്ങൾ തൃപ്തി അടയുന്നത് വരെ തരുമെന്ന് ഞങ്ങൾ ഓതിയിട്ടുണ്ട്. എന്നിട്ട് മഹാന്മാര് പറയുന്നു, അതാ ഫഹശായ റസൂലല്ലാഹി തർലാ വഫീനാ മൻ യുഅദ്ദബു ഔ യുസാഉ. നരകത്തിൽ ഞങ്ങൾ ഒരു വ്യക്തി കിടന്നിട്ട് തങ്ങൾ പൊരുത്തപ്പെടുമോ? ഒരിക്കലുമില്ലല്ലോ നബിയേ എന്ന് പറയുന്ന സ്വരങ്ങൾ മഹാന്മാര് പറഞ്ഞത് മുസ്തഫ നബിയുടെ സ്നേഹമാണ്. ആ നരകത്തിൽ കിടക്കുന്ന ആളുകളുടെ റിപ്പോർട്ട് അറിയാതെ ആയിരക്കണക്കിന് കൊല്ലങ്ങൾ കഴിഞ്ഞുകൂടുന്നു. ലാസ്റ്റിൽ അല്ലാഹു ഈ മുഅ്മിനീങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് തീരുമാനിക്കുന്നു. ആ തീരുമാന ടൈമിൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഈ നരകത്തിൽ കിടക്കുന്ന ഈ മുഹമ്മദ്
നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിലേക്ക് അതാ ജിബ്രീൽ വന്ന് സംസാരിക്കുന്നു. നിങ്ങൾ ആരാണ്? ഞങ്ങൾ ആരാണ്? നിങ്ങൾ ആരാണ്? ഞാൻ ജിബ്രീലാണെന്ന് പറയുമ്പോൾ, ജിബ്രീൽ എന്ന ഓർമ്മ മനസ്സിൽ വരുമ്പോൾ അല്ലാഹു ഇവരുടെ കൽബിലിട്ട് കൊടുക്കുന്നു ഹിക്മത്താണ്. നമുക്കത് ഒന്നും അറിയില്ല. റബ്ബ് ഹക്കീമാണ്. റബ്ബ് ആരെ നരകത്തിൽ കടത്തും, ആരൊക്കെ സ്വർഗത്തിൽ കടത്തും, നമുക്കൊന്നും അറിയില്ല. അതിലൊന്നും ചിന്തിക്കാൻ നമുക്ക് അവകാശമില്ല. അല്ലാഹു നമ്മെ ഒരു മുഅ്മിനായി ജീവിപ്പിച്ചു. അല്ലാഹു അങ്ങനെ മരിപ്പിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ആ നരകത്തിൽ കടക്കുന്നതായ ജനങ്ങളുടെ മനസ്സിൽ അല്ലാഹു ഇട്ട് കൊടുക്കുന്നു റസൂലുള്ളാഹി തങ്ങളുടെ ഓർമ്മ. അതുവരെ ഓർമ്മയില്ല. എന്തേ? മുഹമ്മദ് എന്ന് ഓർമ്മ വന്നാൽ അവിടെ നിന്ന് റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞാൽ മാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. നബിയേ, മുഹമ്മദ് എന്ന പേരോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള സ്ഥലത്ത് ശിക്ഷയില്ല. അതുകൊണ്ട് തന്നെ ആ പേര് ഓർമ്മ വരില്ല, ആ വ്യക്തിയെ ഓർമ്മ വരില്ല. ഓർമ്മ വരുമ്പോൾ അവര് പറയുന്നു, ഞങ്ങൾ മുഹമ്മദ് നബിയുടെ ഉമ്മത്താണ്. ജിബ്രീൽ ഒന്ന് നബിയോട് ഞങ്ങളുടെ കാര്യം പറയണം. ഉടനെ തന്നെ റസൂലുള്ളാഹിനെ ഓർമ്മ വന്നു. വാ മുഹമ്മദാ, വാ മുഹമ്മദാ എന്നിങ്ങനെ വിളിച്ച് കരയാൻ തുടങ്ങുന്നു ഈ ഉമ്മത്ത് നരകത്തിൽ നിന്ന്. അപ്പോൾ ആ ശബ്ദം സ്വർഗത്തിൽ, അതാ സ്വർഗത്തിലെ കിരീടം വെച്ചിരിക്കുന്ന മുത്തുനബി തങ്ങൾ അറിയുന്നു. അതാ കിരീടം വലിച്ചെറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ തലയിൽ നെടുത്തു വെച്ചുകൊണ്ട് എന്റെ ഉമ്മത്ത് നരകത്തിലോ എന്ന് പറഞ്ഞുകൊണ്ട് അതാ അവിടുന്ന് ആ നരകത്തിന്റെ അരികിൽ വന്ന് കൈ കൊടുത്ത് ഈ ഉമ്മത്തിൽപ്പെട്ട മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തും. അല്ലാഹു നരകത്തിൽ കടക്കുന്നത് നമ്മളെ കാക്കട്ടെ. വല്ല വിധിയിലും അങ്ങനെയുണ്ടെങ്കിൽ മുസ്തഫായുടെ ശഫാഅത്തോടെ അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. സഹോദരന്മാരെ, മഹാനവറുകൾ മുഹമ്മദിൽ ഞാൻ നിർത്തുന്നു. ബഹുമാനപ്പെട്ട ബാദിശ ഉസ്താവ് മറ്റൊക്കെ സംസാരിക്കാറുണ്ട്. മഹാനവറുകൾ രചിച്ച വിത്തിരിയ പ്രസിദ്ധമാണ്. വിത്തിരിയും ബുർദയും ഹംസിയയും അതൊക്കെ നമ്മൾ ഇന്ന് എടുത്തുപോയോ നമ്മൾ ചിന്തിക്കണം. അൽഹംദുലില്ലാ, ബുർദ ഇപ്പോൾ പ്രയോഗത്തിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ഉസ്താദുമാർ, വൈലത്തൂർ ഉസ്താദിനെ പോലുള്ളവർ, കരിങ്കപ്പാറ ഉസ്താദിനെ പോലുള്ളവർ അതിൻ്റെയൊക്കെ തഹ്മീസ് അടക്കം കൈകൊണ്ട് ശറഹ് എഴുതിയവരാണ് സഹോദരന്മാരെ. നമ്മൾ അതിൻ്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റെങ്കിലും എടുക്കാൻ സൗകര്യം ഉണ്ടായിട്ട് അതുപോലും നമ്മുടെ കയ്യിലില്ല എന്നതൊരു ദുഃഖമാണ്. അതൊന്ന് വായിക്കാൻ നമുക്ക് ടൈം കിട്ടിയിട്ടില്ല. അതിൻ്റെ തഹ്മീസുകൾ ദർസിൽ നിന്ന് ഓതിപ്പടിച്ചവരാണ് ഉസ്താദുമാർ. ഈ കാലം വല്ലാത്തൊരു കാലമായി പോയി, വല്ലാത്തൊരു വിഷമമായി പോയി. അതൊക്കെ നമ്മൾ പാടെ വെടിഞ്ഞു. സ്വലാത്തിന്റെ കിതാബുകൾ അല്പം 1-2 സ്വലാത്ത് മാത്രം നമുക്കറിയും. അയിമ്മത്ത് എഴുതി വെച്ച സ്വലാത്തുകളൊക്കെ ഒരു വട്ടമെങ്കിലും ഒന്ന് ഓതിയാൽ എല്ലാ സ്വലാത്തും റസൂലുള്ളാഹിന്റെ അരികിൽ കബൂൽ കിട്ടിയതാണ്. അപ്പോൾ ഒരു സ്വലാത്ത് കിട്ടിയാൽ അതിനൊരു മണിക്കൂറോ ഒരു അരമണിക്കൂറോ ചെലവച്ച് ഒരു വട്ടങ്ങ് ചെല്ലിയാൽ അത് കബൂലായി കഴിഞ്ഞാൽ അതിന്റെ ആളുകളെ സ്വീകരിക്കപ്പെടുന്ന ഒരു ദിനമുണ്ടാകുമല്ലോ. ആ സ്റ്റേജ് നമുക്ക് കിട്ടാൻ സാധ്യതയില്ലേ? ഈ ഒരു തവസ്സുൽ കൊണ്ട് ഏതൊരു നല്ല ദിക്ർ കേട്ടാലും അത് എഴുതിയെടുത്ത് ഒരു വട്ടം ചൊല്ലിയാൽ ആ ദിക്ർ കൊണ്ട് ഫലം ലഭിക്കുന്ന ആളുകളെ ആഖിറത്തിൽ വിളിക്കപ്പെട്ടാൽ നമ്മൾ അതിൽ പെടുമല്ലോ എന്നൊരു ചിന്ത, ഒരു നിയ്യത്ത് ഒരു പ്രാവശ്യമെങ്കിലും നമ്മെ അത് ചൊല്ലാൻ പ്രേരിപ്പിക്കണം. ഒരു തഹ്മീസുൽ വിത്തിരിയ നല്ലപോലെ ഒളു ചെയ്ത് ഒന്നങ്ങ് ചൊല്ലി തീർക്കുക. ഒരു തഹ്മീസുൽ ബുർദ അതൊന്ന് ചൊല്ലി തീർക്കുക. ഇമാം മുഹമ്മദുൽ ബഗ്ദാദി എഴുതിയ വിത്തിരിയ ലോകപ്രസിദ്ധമാണ്. മഹാനവറുകൾ അതിന്റെ സംഭവങ്ങൾ കുറെ പറയുന്നുണ്ട് അതിന്റെ മുഖവുരയിൽ. അലമ മുഹീദ്ദീനിൽ കാലിക്കൂത്തി വലിയ മഹാനായിരുന്നു. അവർ അതിന് വിശദമായി വിശദീകരണം എഴുതിയിട്ടുണ്ട്. മസാബിഹിൽ അൽ കബാഖിബി ദുർരിയ എന്നാണ് അതിന്റെ പേര്. അതിന്റെ മുഖവരയിൽ ഇമാം മുഹമ്മദുൽ ബഗ്ദാദിയുടെ മുഖവര പറയുന്നുണ്ട്. ഞാൻ ഈ ഖസീദ രചിച്ചിട്ട് മഹാനവറുകൾ പറയുന്നു, ആ തിരിയ പൂർത്തിയാക്കിയ അന്ന് ലഖദ് റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത ഫറാഗി മിൻ തസ്നീഫിഹാ, ഞാനത് എഴുതി അന്ന് രാത്രി തന്നെ റസൂലുള്ളാഹി തങ്ങളെ കണ്ടു. ആത്മാർത്ഥതയാണ് അതിന് കാരണം. അതുകൊണ്ട് നമ്മളെ ആരെങ്കിലും, ഞാനല്ല, നമ്മൾ നല്ല ആളുകൾ ആരെങ്കിലും റസൂലുള്ളാഹിന്റെ ഒരു മതി എഴുതി അന്ന് റസൂലുള്ളാഹിനെ കണ്ടില്ല, അല്ലെങ്കിൽ അത് കൊല്ലം ചൊല്ലിയിരുന്ന് കണ്ടില്ല, അതുകൊണ്ട് റസൂലുള്ളാഹിക്ക് നമ്മോട് സ്നേഹമില്ല എന്ന് മനസ്സിലാക്കിയ റസൂലുള്ളാഹിനോട് അതപകേടാ. റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കാണാതിരിക്കുന്നത് അവിടത്തേക്ക് നമ്മോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണ്, ഞാൻ മോശക്കാരനായതുകൊണ്ടാണ് എന്നൊന്നും ഒരിക്കലും മനസ്സിലാക്കരുത്. മോശം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പുറത്തു തരും, എന്നെ നന്നാക്കണം. റസൂലുള്ളാഹി എന്നെ വെറുക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ തൻസീഹില്ലാതിരുന്നാൽ അല്ലാഹുവിന്റെ റസൂലിന് നമ്മോട് വെറുപ്പായി പോകും. അത് നമ്മൾ ഒരിക്കലും അത് വെറുപ്പിന് കാരണമാകും. അല്ലാഹുവിന്റെ റസൂൽ ഈ ഉമ്മത്തിൽ ആരെയും വെറുക്കില്ല. അള്ളാഹുവിന്റെ വിധിയും കൂടെ വേണം നമുക്ക് റസൂലുള്ളാഹി തങ്ങളെ കാണാൻ. നബി തങ്ങളെ കാണാതിരുന്ന വലിയ മഹാന്മാരുണ്ട്.
അതാ ഹാഫിള് സുയൂത്തി തങ്ങൾ തന്റെ ഹാബീലിൽ ഫതാവിയിൽ പറഞ്ഞതായി കാണാം. 18 പ്രാവശ്യം ഒരു ദിവസം റസൂലുള്ളാഹിനെ കണ്ടൊരു മഹാൻ. അദ്ദേഹത്തിന് അവിടുത്തെ പേര് ഞാൻ മറന്നുപോയി. റസൂലുള്ളാഹി ലാസ്റ്റിൽ പറയുന്നു, നിനക്ക് സാമത്ത് വന്നുപോയോ, നിനക്ക് വിഷമം വന്നുപോയോ, ഞാൻ ഇങ്ങനെ വന്ന് നിന്നെ വിളിച്ചുണർത്തുന്നത്. ഒരിക്കലും ലാ തസ്അം മിന്നീ, നിനക്ക് വിഷമം വരരുത്. ഫഇന്ന കതീറം മിനൽ ഔലിയാ ഖദ് മാതൂ വലം യറൗനി, എത്രയോ ഔലിയാക്കൾ മരിച്ചുപോയി, എന്നെ അവര് കണ്ടിട്ടില്ല. മഹാനുകൾ പറയുന്നു, വഹിയ ഫീ ബൽദത്ത് വഹിയ ഫീ യദിഹി, എന്റെ വിത്തിരി അവരുടെ കയ്യിലുണ്ട്, റസൂലുള്ളാഹിന്റെ കയ്യിലുണ്ട്. കൂടെ സ്വഹാബികളുണ്ട്, അവർക്കൊക്കെ ആ വിത്തിരിയെ കൈമാറുന്നു. സിദ്ദീഖ് തങ്ങളാണ് ആദ്യം വാങ്ങിയത്. എന്നെപ്പറ്റി മുഹമ്മദ് എന്തൊക്കെ പറഞ്ഞു നീ നോക്കെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി കൊടുക്കുന്നു. ഞാൻ അതുകൊണ്ട് ഇതിന്റെ കബൂല് മനസ്സിലാക്കി. ഞാൻ ഈ സംഭവം പറഞ്ഞത് മഹാന്മാരുടെ മനാമാണ്. അതുകൊണ്ട് നമുക്ക് വലിയ ഒരു ഈനാസ് കിട്ടും. ദലീല് പറയുകയല്ല, മഹാന്മാർ ഉദ്ധരിക്കുന്നതും അതിനു വേണ്ടിയാണ്.